ഹലോ കൂട്ടുകാരെ, ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്ന സമയത്ത് നമ്മുടെ ഗ്രേസിയമ്മ രേവതിക്കുട്ടിയാണ് കാണിക്കുന്നത്. ഗ്രേസിയമ്മ ഭക്ഷണം കഴിക്കാൻ പറയുന്നത് രേവതിക്കുട്ടിയോട് സന്തോഷം കൊണ്ട് ചിരിച്ച് കഴിക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ രേവതിക്കുട്ടി പറയുന്നത് എന്തിനാ എന്നെ ഇങ്ങനെ സ്നേഹിക്കണമെന്നൊക്കെ ഗ്രേസിയമ്മോട് പറയുന്നുണ്ട്. നീ ഇപ്പം കഴിക്കടി പറയുന്നുണ്ട്. അപ്പോൾ രണ്ടാളും കൂടി ചിരിക്കുന്നുണ്ട്. ആ ചിരിച്ചിട്ട് നല്ല സന്തോഷത്തിൽ ഭക്ഷണം കഴിക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ചിന്നമ്മോൾ അലീന ആൻറ്റി രേവതി ആൻറ്റീനൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട്. സ്വപ്നത്തിൽ ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് അവളൊക്കെ അവരെ വിളിക്കണ പോലെ. അപ്പോൾ അലീന ആൻറ്റി അവിടുന്ന് വിളിക്കണം പോലെ ഉണ്ട്. അത് കൂടെ ഒരു പെൺകുട്ടി പോകുമ്പോൾ അത് അലീന ആൻറ്റിയാ തോന്നുന്നു നോക്കിയിട്ട് അവൾ പിന്നിൽ പോകുന്നുണ്ട്. അലീന ആൻറ്റി എന്ന് വിളിച്ചിട്ട് പോകുന്നുണ്ട്. ഞാനും വരുന്നുണ്ട്. അപ്പോഴേക്കും ഒരു ലോറി വന്ന് ഇടിക്കാൻ വരുന്നുണ്ട്. ലോറി ഇടിക്കാൻ വരുന്ന സമയത്ത് ലോറിക്കാരൻ പെട്ടെന്ന് വന്ന് ആ കുട്ടിയുടെ അടുത്ത് വന്ന് ബ്രേക്ക് ഇടുന്നുണ്ട്. ബ്രേക്ക് ഇട്ടിട്ട് ചോദിക്കുന്നുണ്ട്, അങ്കിളെ എന്നെ ഒന്ന് അലീന ആൻറ്റി അടുത്ത് കൊണ്ടേയാക്കുമോ മമ്മിയുടെ അടുത്തൊക്കെ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ ലോറിക്കാരൻ ആ കുട്ടിയുടെ വർത്തമാനം കേട്ടിട്ട് ചിരിക്കുന്നുണ്ട്. അപ്പോഴേക്കും സിസ്റ്റർ വന്ന് അവിടുന്ന് കുട്ടീനെ പിടിച്ച് കൊണ്ടുപോകുന്നുണ്ട്. എന്തായാലും സിസ്റ്റർ വന്ന് പിടിച്ചിട്ട് ഇനി ഞങ്ങളെയൊക്കെ പേടിപ്പിച്ച് കളഞ്ഞല്ലോ എന്ന് പറഞ്ഞിട്ട് ഉള്ളിലേക്ക് പിടിച്ചു. അപ്പോഴേക്കും നാട്ടുകാരൊക്കെ ഓടിക്കൂടുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ അലീന രേവതിക്കുട്ടിയെ വിളിക്കുന്നുണ്ട്. രേവതിക്കുട്ടീനെ ഫോൺ വിളിക്കുന്നുണ്ട്. ആ സമയത്താണ് നമ്മുടെ ഗ്രേസിയമ്മ വന്ന് ഫോൺ എടുക്കുന്നുണ്ട്. ഫോൺ എടുക്കുന്ന സമയത്ത് ഹലോ കൊച്ചമ്മേ, ഞാനാണെന്നൊക്കെ പറയുന്നുണ്ട്. അലീനയാണെന്നൊക്കെ പറയുന്നുണ്ട്. ആ മനസ്സിലായി പറയാന്നൊക്കെ പറയുന്നുണ്ട്. രേവതിക്കുട്ടിക്ക് ഒന്ന് കൊടുക്കുമോ പറയുന്നുണ്ട്. അതിന് മുന്നേ രേവതിക്കുട്ടിയോട് വർത്തമാനം പറയണം. മുന്നേ നിൻ്റെ വിശേഷങ്ങൾ പറയാം, നിനക്ക് അവിടെ സുഖമാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എനിക്ക് സുഖമാണ്, എനിക്കിവിടെ കുഴപ്പമൊന്നുമില്ല പറയുന്നുണ്ട്. രേവതിക്കുട്ടി എന്തെങ്കിലും തെറ്റ് ചെയ്താൽ എന്നോട് വിളിച്ച് പറഞ്ഞാൽ മതി, അവളോട് ക്ഷമിക്കണേ, അവൾ ചെറിയ കുട്ടിയാണെന്ന് പറയുന്നുണ്ട്. ആയിക്കോട്ടെ, ഞാൻ അതൊക്കെ നോക്കിക്കോളാം എന്ന് പറയുന്നുണ്ട്. അവളെ എന്തെങ്കിലും പണിയെടുക്കാൻ മടിയുണ്ടെങ്കിൽ അവളോട് എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ അവളൊക്കെ പറഞ്ഞ് ശരിയാക്കിക്കോളാം പറയുന്നുണ്ട്. അവളെ ഞങ്ങളിവിടെ പണിയെടുക്കാനല്ല കൊണ്ടുവന്നത്, ഞങ്ങൾ അവളെ ഇവിടെ ഞങ്ങൾക്ക് ഒരാളായിട്ടാണ് കൊണ്ടുവന്നതെന്ന്. അപ്പോൾ അലീനയ്ക്ക് അത് കേൾക്കുമ്പോൾ വല്ലാത്ത സന്തോഷമാവുണ്ടാവും. അപ്പോൾ അവൾക്ക് അവിടെ സുഖമാണെന്ന് അലീനയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. പിന്നെ കാണിക്കേണ്ടത് ഞാൻ കൊച്ചമ്മയെ ഒന്ന് രേവതിക്കുട്ടിക്ക് കൊടുക്കുക. ആരാടി നിൻ്റെ കൊച്ചമ്മ, നീ എന്നെ മര്യാദയ്ക്ക് ആൻറ്റി വിളിക്കുക പറയുന്നു. ആ ആൻറ്റി എന്ന് ഒന്ന് രേവതിക്കുട്ടിക്ക് കൊടുക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്ക് രേവതിക്കുട്ടി ഇവിടെ എവിടെ പോയി കിടക്കാമെന്ന് വിളിച്ചിട്ട് എന്തായാലും രേവതിക്കുട്ടി വരുന്നുണ്ട്. രേവതിക്കുട്ടിക്ക് എന്നാ ഫോണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ രേവതിക്കുട്ടി വിളിക്കുമ്പോൾ ഹലോ എന്ന് പറയുമ്പോൾ അലീനയുടെ ശബ്ദം കേൾക്കുമ്പോൾ അവൾക്ക് വല്ലാത്ത സന്തോഷം വരുന്നുണ്ട്. ആ ചേച്ചി നിനക്ക് അവിടെ സുഖമാണോ എന്ന് ചോദിക്കേണ്ട അലീന. എനിക്ക് നല്ല സുഖമാണ് ചേച്ചി, ഞാൻ ഇവിടുത്തെ സർവൻ്റ് അല്ല, ഞാൻ ഇവിടുത്തെ ആരൊക്കെയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴേക്ക് ഗ്രേസമ്മ അവളെ തുറച്ച് നോക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ സദ്ദു പറഞ്ഞതാണെന്ന് പറയുമ്പോൾ അപ്പോൾ ഗ്രേസമ്മ പിന്നെ മുണ്ടാതെ ഉള്ളിലേക്ക് പോകുന്നുണ്ട്. അവർ വർത്താനം പറഞ്ഞോട്ടെ വെച്ചിട്ട് ഉള്ളിലേക്ക് പോകുന്നുണ്ട്. പിന്നെ രേവതിക്കുട്ടിയോട് പറയുന്നുണ്ട്, നിനക്ക് ഇവിടെ സുഖമാണോ? എനിക്ക് ചേച്ചി എൻ്റെ മമ്മിയും പപ്പയും പോലെയാണ് ഇവർ എന്നെ അങ്ങനെ നന്നായിട്ട് നോക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. രേവതിക്കുട്ടി പിന്നെ ചോദിക്കുന്നുണ്ട്, ചേച്ചിക്ക് സുഖമാണോ എന്ന് പറയുന്നുണ്ട്. എനിക്ക് സുഖമാണ് മോളെ, കുഴപ്പമൊന്നുമില്ല. നീ ഒരു കാര്യം ആലോചിക്കണം, നമ്മളെപ്പോഴും ആരും ഇല്ലാത്തവരാണ്, അതുകൊണ്ട് ഒതുങ്ങി നിൽക്കണം എന്നൊക്കെ രേവതിക്കുട്ടിയോട് ഉപദേശിക്കുന്നുണ്ട്. ശരി, നീ വെച്ചത് നമ്മൾ വേറെ ആളുടെ ഫോണിലൊന്ന് സംസാരിക്കണം, നീ ഫോൺ കൊണ്ടുപോയി കൊടുത്തോ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവൾ ഫോൺ കൊണ്ടുപോയിട്ട് ഗ്രേസ് നമ്മുടെ അടുത്ത് കൊടുക്കുന്നുണ്ട്. രേവതിക്കുട്ടി കൊടുക്കുന്ന സമയത്ത് പറയുന്നത്, നീ ഞങ്ങളുടെ കുറ്റമൊക്കെ പറഞ്ഞു കൊടുത്തോടി. അയ്യോ, എനിക്ക് ഒരു കുറ്റവും പറയാനില്ല കൊച്ചമ്മയെ, ഞാൻ നിങ്ങളെ പറ്റി ഒന്നും പറയില്ല, നിർത്തടി എൻ്റെ കൊച്ചമ്മ വിളി, ഇനി മുതൽ ഞാൻ ആൻറ്റിയും മാമച്ചാൻ്റെ അങ്കിളാണെന്ന് പറയുന്നുണ്ട്. കേട്ടോടി എന്ന് പറയുന്നുണ്ട്. ആയിക്കോട്ടെ പറയുമ്പോൾ ആൾക്കൾക്ക് വലിയ സന്തോഷമുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഹരിശങ്കർ ഒരു പെണ്ണിനെയും കൂട്ടിയിട്ട് ഹോട്ടലിലേക്ക് വരുന്ന ജ്യൂസൊക്കെ കുടിക്കുക. എന്നിട്ട് അവളോട് പറയുന്നത്, നീയാണ് ലോകത്തിലെ ഏറ്റവും വലിയ സുന്ദരി എന്നൊക്കെ പറയുന്നുണ്ട്. അവളാണെങ്കിൽ ഒരു പാവം വീട്ടിലത്തെ കൊച്ചാണ്. അവൾ പറയുന്നുണ്ട്, എന്നെപ്പോലെ കോളനിയിലത്തെ താമസിക്കണം, നിങ്ങളുടെ വീട്ടിലെ വലിയ പൈസക്കാരൊക്കെ ഞങ്ങളെ പ്രേമിക്കാമെന്ന് പറയുമ്പോൾ എനിക്ക് ആകെ പേടിയാവണമെന്നൊക്കെ പറയുന്നത്. നീ പേടിക്കണ്ട, ഞാനില്ലേ, എന്നെ കോളേജിലുള്ളവർക്കൊക്കെ എന്നോട് അസൂയയാണ്. കാരണം എന്താ വെച്ചാൽ നിന്നെ പോലെ ഒരു സുന്ദരി പെണ്ണിൻ്റെ മനസ്സിൽ ഞാൻ സ്ഥാനം പറ്റിയില്ലേ എന്നൊക്കെ ഹരിശങ്കർ അവളെ വെറുതെ സൂചിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് അവളോട് പറയുന്നത്, നമുക്കൊരു ദിവസം ടൂറ് പോയാലോ, വലിയ സ്ഥലത്തേക്ക് ടൂറ് പോയാലോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട്, അവൾ കല്യാണം കഴിഞ്ഞിട്ട് മതി, അതിന് മുന്നേ ഒന്നും വേണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എന്നെ വിശ്വാസമില്ല അല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. അല്ല, വിശ്വാസമില്ല എന്നിട്ടല്ല, അതൊക്കെ കല്യാണം കഴിഞ്ഞിട്ട് മതി എന്നാണ് പറഞ്ഞതെന്ന് പറയുന്നുണ്ട്. എന്തായാലും ഹരിശങ്കർ അവളെ വലയിലാക്കാൻ നോക്കുന്നുണ്ട്. പിന്നെ അവർ ജ്യൂസൊക്കെ കുടിച്ചിട്ട് നടന്നു പോകുന്നുണ്ട്. ആ നടന്നു പോകുന്ന സമയത്ത് കണ്ട എല്ലാവരും നമ്മളെ നോക്കി കളിയാക്കണം, അതാ ഞാൻ അത്ര ദൂരം ഇങ്ങോട്ട് വരണ്ടെന്ന് പറഞ്ഞു. അത് ആൾക്കാർ അസൂയ കൊണ്ട് നോക്കുകയാണ്, നീ ഒന്ന് വിഷമിക്കാതിരിക്കുന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ കമല വൈജയന്തിയെ വിളിക്കേണ്ടത്, നിനക്ക് അവിടെ സുഖമാണോ എന്നൊക്കെ വൈജയന്തിയോട് ചോദിക്കേണ്ട. ആ സുഖമാണ്. ശിവേട്ട വിളിക്കലില്ലേ ചോദിക്കുന്നുണ്ട്. ശിവേട്ടൻ അവിടെ നിന്ന് എന്താ വിളിച്ചാൽ മതി, പൈസ അയച്ചാൽ മതി, ബാക്കിയുള്ള കാര്യമൊക്കെ ഇവിടെ ഞാനല്ലേ നോക്കണ്ടേ. അപ്പോൾ വൈജ പറഞ്ഞു, ഇവിടുത്തെ അവസ്ഥ തന്നെ, ബാലചന്ദ്രൻ രാവിലെ ആയാൽ പോവും, എന്നിട്ട് വൈകുന്നേരം രാത്രി 9 മണിക്കാണ് കയറി വരിക പറഞ്ഞു. അപ്പം നിനക്കും അതന്നെയല്ലേ പണി, നീയും 4 മണിക്കല്ലേ വരിക, പിന്നെ വന്നാൽ ഫോണും നോക്കും, നിനക്കിപ്പോൾ പണിയൊക്കെ എടുക്കുക, അലീന ഉണ്ടല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. മനു ഇവിടെ വന്ന് പറഞ്ഞു, അവളുടെ ഭക്ഷണമൊക്കെ നല്ല ടേസ്റ്റാണ്, നല്ല രുചിയാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അവിടുന്ന് വൈജ പറയേണ്ടതെന്ന് കാര്യം പറയാലോ കമലെടുത്തി, അവളുടെ ഭക്ഷണം നല്ല സ്വാദാണ്, അവളുടെ പണിക്കൊക്കെ വല്ലാത്ത അടുക്കും ചിറ്റേനും ഒക്കെ വൃത്തിയിലും വെളുപ്പും ചെയ്യും, മക്കളുടെ കാര്യമൊക്കെ നോക്കും, അതുകൊണ്ടാണ് ഞാൻ അവളെ പറഞ്ഞയക്കാതെ ഇവിടെ തന്നെ നിർത്തണമെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ
കമല പറയുന്നുണ്ട് സമയം കിട്ടുമ്പോൾ ഇവിടേക്ക് ഇറങ്ങുമെന്ന് പറഞ്ഞിട്ട് വൈജോടെ സമയം മാത്രം തീരില്ല എന്ന് വൈജ പറയുന്നുണ്ട്. എന്നാൽ ശരി അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞ് ഫോൺ കട്ടാക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഓഫീസിൽ വൈജ ഇരുന്ന് പണിയെടുക്കുന്ന സമയത്ത് ഒരു സാറ് വരുന്നുണ്ട്. ആ സാറിനോട് പറയുന്നുണ്ട് എന്താ സാറേ ഭക്ഷണം കഴിച്ചോ എന്ന് പറയുന്നുണ്ട്. ഇല്ല ഭക്ഷണം കഴിച്ചിട്ടില്ല, ഇന്നും ഭാര്യയായിട്ട് ഉടക്കാണോ എന്ന് ചോദിക്കുന്നുണ്ട്. ഒന്നും പറയണ്ട, അത് പിന്നെ സ്ഥിരം ഉള്ള പരിപാടിയല്ലേ, അത് എന്നും ഉടക്കാനല്ലേ ഉള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ ആഗ്രഹിച്ചത് വൈജയെ പോലുള്ള ഒരു ഭാര്യയാണ്, നല്ല നല്ല അടുക്കവും ചിട്ടിയും ഒക്കെ ഉള്ള വൈജയെ പോലുള്ള ഒരു ഭാര്യയാണ്, അതുപോലുള്ള ഒരു പെൺകുട്ടിയാണ് എൻ്റെ ജീവിതത്തിലേക്ക് വരാൻ ഞാൻ ആഗ്രഹിച്ചത് പറയുന്നുണ്ട്. അപ്പോൾ വൈജ പറയണ്ട സോപ്പിടല്ലേ എന്ന് പറയുന്നുണ്ട്. ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഇതുപോലുള്ള പ്രൊമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിലെത്താൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.